Cheers! അടിപൊളി. ടച്ചിങ്സ് ഒന്നും ഇല്ലടേ. വിവാദങ്ങളിൽ നിന്ന് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ രേണുസുധിയെ നൈസായിട്ട് വിളിച്ചു വരുത്തിയത് കേട്ടോ. ഋതപ്പൻ വളർന്നതുപോലും ഇവരറിയുന്നില്ല. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രേണുസുധിയെക്കുറിച്ചാണ്. രേണുസുധിയെക്കുറിച്ച് ഇത്രമാത്രം സംസാരിക്കേണ്ടതുണ്ടോ? എന്തിനാണ് എല്ലാവരും അവരെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? ഒരു ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ, കുടുംബം നോക്കാൻ വേണ്ടി, കുട്ടികളെ നോക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയല്ലേ. അതിനുവേണ്ടി അവരെന്തെങ്കിലും പറയുന്നു എന്ന് വെച്ച്, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു എന്ന് വെച്ച് എന്തിനാണ് ഇത്രത്തോളം വിവാദമാക്കുന്നത്? അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ചില കാര്യങ്ങൾ അവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആൾക്കാരെടുത്തിട്ട് ചർച്ച ചെയ്യും. താൻ എവിടെ നിന്നാണ് വന്നത് എന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും അവരിങ്ങനെയൊന്നും സംസാരിക്കില്ല. ലക്കും ലഗാനുമില്ലാതെ വാക്കുകൾ കൊണ്ട് ഏറിലാകുകയും അത് ആസ്വദിക്കുകയും അത് ആഘോഷമാക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇവർക്ക് ഇവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു പശ്ചാത്താപമോ അല്ലെ വീണ്ടും വിചാരമോ ഒന്നും ഉണ്ടാവില്ല. അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അതല്ല, തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ പോലും അത് അവർ സമ്മതിച്ച് തരികയേയില്ല. രേണുസുധി മാത്രമല്ല, ഇവർ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരും കണക്ക് തന്നെയാണ്. പിന്നെ ഒരു കാലത്ത് ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ, ഒരാളെ ഇൻ്റർവ്യൂ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ആൾക്ക് സമൂഹത്തിൽ ഗുണനിലവാരമുണ്ടാവും. ഏതെങ്കിലും ഒരു മേഖലയിൽ അവരുടെ കഴിവ് തെളിയിച്ചവരായിരിക്കും. അവർ കുറിച്ചറിയാനും അവർ എടുത്ത എഫേർട്ടിനെ കുറിച്ചറിയാനും അവർ കടന്നു വന്ന വഴികളെ കുറിച്ചറിയാനുമൊക്കെ ഒരുപാട് പേർക്ക് ആകാംക്ഷയുണ്ടാവും. ഇന്നത്തെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, അതായത് സമൂഹത്തിൽ ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ വായിൽ നിന്ന് വിളമ്പുന്നത് ആരാണോ അവരെയാണ് ഇന്നത്തെ കാലത്ത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. അല്ലാതെ സമൂഹത്തിൽ ഉപകാരത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഒരു ഇൻസ്പിറേഷൻ ആവുന്ന കാര്യങ്ങളൊന്നുമല്ല ഇൻ്റർവ്യൂവിലുണ്ടാവുക. ഇത്തരം എന്താ പറയുക, അങ്ങേയറ്റം നിലവാരം കുറഞ്ഞ ചില ഇൻ്റർവ്യൂകൾ എടുക്കുന്ന ആൾക്കാരെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് കൂടുതലും രേണുസുധിയെ ഇൻ്റർവ്യൂ എടുക്കുകയും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പൊട്ടത്തരങ്ങൾ അത് സമൂഹത്തിലേക്ക് എത്തിച്ച് പണമുണ്ടാക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം. ന്യൂ ഇയർ പ്ലാൻ എന്താ? ന്യൂ ഇയർ പ്ലാൻ ഞാൻ നാട്ടിൽ നിൽക്കുന്നില്ല, അങ്ങ് കടൽ കടന്നു പോയാൽ എന്താന്ന് ആലോചിക്കുക. എങ്ങോട്ടാ കടലിൽ കിടക്കാൻ പോകുന്നത്? അതെ, ബഹറിലോട്ട് പോവാണ്. അത് 1-ാം തീയതി അല്ല, ഞാൻ 6-ാം തീയതി പോവും. സ്വന്തം ബാച്ചിലേഴ്സിലോട്ടാണ് പോകുന്നത്. ഞാൻ ഇനോഗ്രേഷൻ ചെയ്ത എന്റെ ബാച്ചിലേഴ്സിലേക്ക് ബഹ്റൈൻ. തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോവാണ്. അതെ, ഒരു 10 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി. ഇനാഗ്രേഷനിൽ ഇവർ പങ്കെടുത്തു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷേ അത് എന്ത് ഉദ്ഘാടനം ചെയ്യാനാണെന്ന് വെച്ചാൽ ഈ ബാച്ചിലേഴ്സിന് അറിയുന്നത് ഒരു ബാറാണ്. ഈ ബാറാണ് ഇവർ ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അത് ഇവർക്ക് അഭിമാനവുമുണ്ട് ആ കാര്യത്തിൽ. ഓക്കെ, പ്രമോഷനൊക്കെ ആയിട്ട് പലർക്കും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറെ പേര് വീട്ടിൽ ഇരിക്കുകയാണ്. പക്ഷെ രേണു ചേച്ചി എപ്പോഴും തിരക്കാണ്, ഓട്ടത്തോടോട്ടം നിന്ന്. ഞങ്ങൾ വിളിക്കുമ്പോ പോലും തിരക്കാണ്, വരാൻ സമയമില്ല എന്ന് പറയണേ. തിരക്കോടെ തിരക്ക്, എന്തെത്ര തിരക്ക്. കഴിഞ്ഞ ദിവസം പ്രവീൺ നമ്മുടെ മാർക്കറ്റിംഗ് മല്ലുവിന്റെ ഒരു സ്റ്റാറ്റസ് കണ്ടു, സ്റ്റോറി കണ്ടു. നീ ആരടാ ബിസി ആകാൻ, ഇതെന്താ രേണുസുധി സ്റ്റോറി. ഞാനപ്പോ അത് കുറെ ചിന്തിച്ചു, എനിക്ക് ചിരി വന്നു. ഇന്ന് ഏറ്റവും തിരക്കുള്ള വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ രേണുസുധിയാണ് കേട്ടോ. രേണുസുധി കഴിഞ്ഞിട്ട് വേറെ തിരക്കുള്ളവരുള്ള, ഈ കലക്ടർക്ക് പോലും ഇത്രയും തിരക്കില്ല. ഏറ്റവും തിരക്കുള്ള ആൾ സെലിബ്രിറ്റി, അത് പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും തിരക്കുള്ള ആളും രേണുസുധി തന്നെയാണ്. രേണുസുധിക്ക് തിരക്കോട് തിരക്കാണ്. വീടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു 4 ദിവസം കൊണ്ട്. 4 ദിവസമായിട്ടാണ് അമ്മയുടെ അച്ഛനും മുഖമൊക്കെ ഇവർക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു. ഇവരൊക്കെ അയ്യോ ഇങ്ങനെ ആയിരുന്നു ഇരുന്നെന്ന് ഞാൻ 4 ദിവസം കൊണ്ട് മനസ്സിലാക്കി. ഋതപ്പൻ ഇച്ചിരി വളർന്നെന്ന് എനിക്ക് മനസ്സിലായി, നീളം വെച്ചത് ഇപ്പോഴാ മനസ്സിലായത്. വളരെ കഷ്ടം തോന്നുന്നുണ്ട്. കാരണം 4 ദിവസമാണ് രേണുസുധി ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം വീട്ടിൽ
മര്യാദക്ക് നിന്നത് എന്ന് പറയുന്നു. അപ്പം പിന്നെ ഇവരെ വീടിന് ഉള്ളവരെ കുറിച്ച് അറിയാൻ സാധിച്ചത് തന്നെ, വീടിനെക്കുറിച്ചും വീടിൻ്റെ ചുറ്റുപാടൊക്കെ അറിയാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യം എന്നാണ് ഇവർ എന്നെ പറയുന്നത്. ഋതപ്പൻ വളർന്നത് പോലും ഇവരറിയുന്നില്ല. ഇവരെ തിരക്ക് കാരണം, അമ്മാതിരി തിരക്കാണ്. ആ തിരക്ക് കാരണം ഇവർക്ക് സ്വന്തം ജന്മം നൽകിയ കുട്ടി വളരുന്നത് പോലും ഇവരറിയുന്നില്ല. ഇവർ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിരുന്ന് 4 ദിവസം വീട്ടിൽ നിന്നപ്പോഴാണെങ്കിൽ ഇവർ ചിന്തിക്കുന്നത്, ഋതപ്പൻ വളർന്നിട്ടുണ്ടല്ലോ, ഞാൻ മാത്രമല്ല വളരുന്നത്, ഋതപ്പനും വളർന്നു എന്ന് അവർ ചിന്തിക്കുന്നത്. പാവലെ, കഷ്ടം തന്നെയാണ്. കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഋതപ്പന്. കുറച്ചല്ല, ഭയങ്കര സംസാരമാണ്. അത് സംസാരിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഭയങ്കര രസമായിട്ടായിരുന്നു. അപ്പൊ ചേച്ചി എന്തായാലും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും. വിവാദങ്ങളിൽ നിന്ന് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ രേണുസുധിയെ നൈസായിട്ട് വിളിച്ചു വരുത്തിയത് കേട്ടോ. അല്ലാതെ ഇവരെ വിശേഷങ്ങൾ ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. ഇവരെ വായിൽ നിന്നും എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകും, അതിൽ നിന്ന് ആ ഒരു കച്ചിത്തുരുമ്പിൽ നിന്ന് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ടാണ് വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് പോകുന്ന ഒരു നായികയെ ഇവർ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. എന്താ അന്തമില്ലെന്നോ അല്ലെങ്കിൽ അന്ത്യമില്ലെന്നോ? പാവട്ടോ, വിവാദങ്ങളിൽ നിന്ന് ഇവർക്ക് ഒരു അന്ത്യം എന്നാണ് എല്ലാവരും കൊടുത്തേക്കണം കേട്ടോ. വിവാദം അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയാം. അതിന് എനിക്ക് തോന്നുന്നേ, വിവാദം എന്ന് പറഞ്ഞ വിവാദങ്ങൾ എന്ന് പറഞ്ഞ റീച്ച് ആണല്ലോ ഏറ്റവും വലുത്. അപ്പം ഒരു കേരളത്തിൽ ഒരു പുതിയ വ്ളോഗർ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് റീച്ചാണ്, വേറൊന്നും വേണ്ട, റീച്ച് മാത്രം മതി. നമുക്ക് പിന്നെ ഏതൊരു കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് വെള്ളവും വായുവും ഒന്നുമല്ല, നമുക്ക് വേണ്ടത് റീച്ചാണ്. റീച്ചിന് വേണ്ടിയിട്ടാണ് രേണുസുധി വാ തുറക്കുന്നത്. അത് രേണുസുധിക്ക് ജീവിക്കാനോ ഫെയിം ആവാനോ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പുതിയ ഒരാൾക്ക് ഫേമസ് ആകണമെങ്കിൽ അല്ലെ റീച്ച് കിട്ടണമെങ്കിൽ ഇത് പുതുതായിട്ട് വരുന്ന ആൾക്കാർ നന്നായിട്ട് ശ്രദ്ധിക്കണേ. റീച്ച് കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴികൾ എന്താണെന്ന് അറിയാം. എന്താ? അടി ഉണ്ടാക്കണം. അല്ല, രേണുസുധിയെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, 2 ചീത്ത പറയുക, അവിഹിതം പറയാ രേണുസുധി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് 2 ചീത്ത പറഞ്ഞ് രേണുസുധി എത്രത്തോളം തരം താഴ്ത്താവോ അത്രത്തോളം തരം താഴ്ത്തി അവർക്ക് റീച്ചാണ്. പറയേണ്ട കാര്യമല്ലല്ലോ. പുതുതായിട്ട് ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ രേണുസുധിയുടെ കണ്ടന്റ് എടുക്കുക. എന്നിട്ട് അവർ നമുക്ക് ഇങ്ങോട്ട് പെർമിഷൻ തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് തന്തക്കും തള്ളക്കും വിളിക്കാം, അവിഹിതമുണ്ടാക്കാം, വേറെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, പേര് രേണുസുധിൻ്റെതായാൽ മാത്രം മതി. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വേണമെങ്കിൽ രേണുസുധിൻ്റെ തലയിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് അവരെക്കുറിച്ച് 4 വർത്തമാനം പറഞ്ഞാൽ, അതായത് ഇങ്ങനത്തെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ചാനൽ പിറ്റേന്ന് തന്നെ മോണിറ്റൈസ് ആവുകയും നിങ്ങൾ രക്ഷപ്പെടുകയും നിങ്ങൾ പണക്കാരനാകുകയും ചെയ്യും. ഈ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ബ്ലോഗർമാർ, ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോഴും എല്ലാവരും എന്തിനാ രേണുവിന് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ചിന്തിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇവരെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്? അമ്മാതിരി മണ്ടത്തരാണ് പറയുന്നത്, അമ്മാതിരി കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. ഇത് പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അത് സമൂഹത്തിലേക്ക് അത് സ്പ്രെഡാകും നേരം അത് സമൂഹത്തിന് മോശമുണ്ടാകുന്നതാണ്. നാളെ വളർന്നു വരുന്ന കുട്ടികൾക്ക് മോശമുണ്ടാകും. ഞാൻ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യേണ്ടത് ഹൈഡ് ചെയ്യുക തന്നെ വേണം. ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് പിന്നെ അങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചിലപ്പം മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകുകയും അവർ ആ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല, അവർ ചിന്തിക്കുന്നത് പല രീതിയിലായിരിക്കും. അപ്പം അതനുസരിച്ച് പറയണമായിരുന്നു. ഓക്കെ, അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എനിക്ക് തോന്നുന്ന റീച്ച് ആയിരിക്കണം. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ എന്തിനാണ്?
ഇപ്പൊ അതെ, റീച്ച് കിട്ടാൻ തന്നെയാണ് രേണുസുതി ഇപ്പം പറയുന്നതും കാണിച്ചു കൂട്ടുന്നതും ഒക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ആരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു മൂലയിൽ ഇരിക്കണമെന്നല്ലല്ലോ രേണുസുതി ആഗ്രഹിക്കുന്നത്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രേണുസുതി പറയുന്നത് എല്ലാ ആൾക്കാരും ഒരേപോലെ കാണരുത് രേണു. കാരണം ചില ആൾക്കാർ ഇത് അപകടമാണ് എന്ന് ചിന്തിച്ചിട്ട്, ഈ പറയുന്ന വാക്കുകൾ അപകടമാണ് എന്ന് ചിന്തിച്ചിട്ട് ആയിരിക്കും അവർ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ മീഡിയ വഴി പുറത്തേക്ക് വിടുന്നത്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യരുത്, അതിനെ അനുകൂലിക്കാത്തവരും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ രേണുസുതി മോശക്കാരി ആവട്ടെ, രേണുസുതി മോശക്കാരിയാണെന്ന് സംസാരിക്കുമ്പോൾ ജനങ്ങളെല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് റീച്ച് ഉണ്ടാകുകയും നമുക്ക് കുറേ പണം ഉണ്ടാക്കുകയും എന്ന് ചിന്തിച്ച് മാത്രമല്ല, പക്ഷേ നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ ആർക്കൊക്കെ പൊള്ളുന്നത് കൊണ്ടാണ്, വേദനിക്കുന്നത് കൊണ്ടാണ്. അത് സമൂഹത്തിനൊരു ഉപകാരവും ഉണ്ടാക്കുന്നില്ല. നാളെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന വാക്കുകളാണ് എന്നുണ്ടെങ്കിൽ ആരും അതിന് പ്രതികരിക്കില്ല, അതിന് കൈയടിക്കുക മാത്രമേ ചെയ്യും. പക്ഷേ അതിന് എതിർക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്നുള്ളതും രേണുസുതി ചിന്തിക്കേണ്ടതാണ്. ദിവസങ്ങളിൽ കുറച്ച് വീഡിയോസ് ആയിട്ട് കാണുന്നുണ്ട്. രേണു ചേച്ചി ഒരു മദ്യപാനിയാണ് എന്ന് പലരും പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? രേണു ചേച്ചി തികഞ്ഞ ഒരു മദ്യപാനിയാണെന്നും, അതുപോലെ ദുബായില് പാപ്പിലോണിലാണ് ഞാൻ ഫസ്റ്റ് വിദേശ യാത്ര പോയത്. അപ്പം ഞാൻ അവിടെ പോയത് പാപ്പിലോൺ എന്ന് പറഞ്ഞ ബാർ റെസ്റ്റോറൻ്റ് ആണ്, ഫാമിലി മെമ്പേഴ്സ് വരുന്നതാണ്. അപ്പം ഞാൻ അവിടെ പാപ്പിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഇതിൽ പോയത് ഒരു ബാർ റെസ്റ്റോറൻറ്റിലാണ്. അവിടെയാണ് ആൾ പോയിട്ടുള്ളത്. അവിടെ ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ, കുടിക്കാൻ വേണ്ടിയിട്ട് ഫാമിലീസൊക്കെ വരുന്നുണ്ട്. ചെന്നപ്പോഴും ഇങ്ങനെ ഒരു വിവാദം ഇവിടെ പുറപ്പെട്ടായിരുന്നു. ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു, മദ്യപിച്ച് രേണുസുതി വഴിയിൽ കിടന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചായിരുന്നു? അത് കഴിഞ്ഞില്ലേ, ആ ഒരു വിവാദം കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ് അത് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഒരാൾ തികഞ്ഞ മദ്യപാനിയാകും? എനിക്കറിയാം, ഒരിക്കലുമില്ല. അങ്ങനെ പറഞ്ഞ് എന്ന് വെച്ചാൽ മദ്യപാനിയാകുകയൊന്നുമില്ല. അപ്പം ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് കുറെ വ്ളോഗർമാരിട്ട് അലക്കുവാണ് രേണുസുതി മദ്യപാനി. പക്ഷെ രേണുസുതി അറിയാവുന്നവർക്കറിയാം. അത് കണ്ടന്റ് ആരും എടുത്തിട്ട് അലക്കിയതല്ല രേണു. കാരണം അത് ഒരാവശ്യമില്ലാത്തൊരു ടോക്കായിരുന്നു. നിങ്ങൾ മദ്യപിക്കുകയോ മദ്യപിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആദ്യത്തെ സെലിബ്രിറ്റി ഒന്നല്ല മദ്യപിക്കുകയും പിന്നെ ഈ മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാവരും വന്നിട്ട് ഞാൻ ഇന്നതാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയല്ല. നമ്മൾ സെലിബ്രിറ്റികൾ ചില പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുന്നില്ല, ഫേസ് ക്രീം മറ്റേത് അത് ഇതെന്നും പറഞ്ഞിട്ട് ഇവരെ വെച്ചിട്ട് പിന്നെ പ്രൊമോട്ട് ചെയ്യിക്കുന്നത് നമ്മൾ കണ്ടതാണ്, പരസ്യം ചെയ്യിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇത് ഒക്കെ ആകർഷിച്ചിട്ട് പല ആൾക്കാരും അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ രേണുസുതി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി ആയ ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ല നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, അതായത് ഒരു സമൂഹം വിലക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയാൻ പാടില്ല. ഞാൻ മദ്യപിക്കും, പിന്നെ അതല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് ഉപയോഗിക്കുന്നത് എന്നൊരിക്കലും പറയാൻ പാടില്ല. ചില ആൾക്കാർ, എല്ലാവരും എന്ന് പറയില്ല, ചില ആൾക്കാർ അതെന്താണ് എന്ന് ടേസ്റ്റ് ചെയ്യാൻ വരെ ശ്രമിച്ചെന്ന് വരും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത് ഒരു കണ്ടൻ്റ് ആക്കുകയും അതിന് നിങ്ങൾ ഈ പറഞ്ഞ വാക്കിനെതിരെ പ്രതികരിക്കുകയും ചെയ്തത്. രേണുസുതി എന്താണ് കഴിക്കുന്നത്, എപ്പോഴാണ് കഴിക്കുന്നത്? ക്രിസ്മസിനും വല്ല ഓണത്തിനും അല്ലാണ്ട്, അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനോ അല്ലാണ്ട്. നിങ്ങൾ ഏത് സമയം കഴിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നമായത്. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങൾ അതിനെ ഇപ്പം ഈ മീഡിയക്കാർ നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഇവർ ചോദിക്കുന്നത്. നിങ്ങളെ പിന്നെ പുകഴ്ത്തി വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനോ ഉള്ള കാര്യങ്ങളല്ല നിങ്ങളോട് ചോദിക്കുന്നത്. അതിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളും ഏറ്റെടുക്കുന്നത് നെഗറ്റീവായിട്ടാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ വായിൽ നിന്ന് കിട്ടിയാൽ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ 1-2 വട്ടം ആലോചിച്ചിട്ട് സംസാരിക്കുക. ഇത് വേണോ വേണ്ടേ? നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്, അത് ഓക്കെയാണ്. നിങ്ങൾ വല്ലപ്പോഴും ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്കത് മറച്ചു വെക്കാം. അത് പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ മദ്യപിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യത്തിനോട് ഞാൻ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമായിരുന്നോ? രേണുസുതി ഇങ്ങ് താഴ്ന്നു പോകുമായിരുന്നോ? ഇല്ലല്ലോ.
അപ്പം നിങ്ങൾക്കത് പറഞ്ഞേ പറ്റൂ. അപ്പോൾ അതിൻ്റെ ബാക്കി ആൾക്കാരും പറയും. ഒന്ന് രേണുസുതി നിരന്തരമായിട്ട് കഴിക്കുന്ന ഒരാളല്ല, അങ്ങനെ കഴിക്കേണ്ട കാര്യമില്ല. വേറൊരു വ്ളോഗർ ഇന്ന് ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പം കണ്ടേക്കുന്നു, അവനൊക്കെ എന്നത്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. അവൻ പറഞ്ഞേക്കുക രേണുസുതിയുടെ പപ്പ അടിക്കുന്നത് വേറെ കൂറ ബ്രാൻഡ്, രേണുസുതി വലിയ ലക്ഷറി ബ്രാൻഡ്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എൻ്റെ പപ്പ അതിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ രേണുസുതിയുടെ കാര്യത്തിൽ രേണുസുതിയുടെ വീട്ടുകാരെ വലിച്ചയക്കേണ്ട കാര്യമില്ല. അച്ഛനും അമ്മയോ അതല്ലേ ബന്ധുക്കളെയോ ഒന്നും അതിൽ വലിച്ചയക്കേണ്ട കാര്യമില്ല. രേണുസുതിയെ പറയാനുണ്ടെങ്കിൽ രേണുസുതിയെ മാത്രം പറയുക, അവളുടെ ഫാമിലിയെ പറയാതിരിക്കുക. അത് പിന്നെ ഒരു തെണ്ടിത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പുള്ളിക്കാരി ഒരു താത്തയാണേ. പുള്ളിക്കാരി ഞാൻ പറഞ്ഞു മടുത്ത്. എനിക്കിനി അവര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല. കാരണം കുരയ്ക്കുന്ന ഇങ്ങനെ പട്ടികൾ നമ്മൾ നടന്നു പോകുമ്പോൾ കുറെ പട്ടികൾ ഇപ്പം എനിക്ക് മനസ്സിലാക്കിയത്, നമുക്ക് നേരെ കുറെ പട്ടികൾ കുരച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കല്ലെറിഞ്ഞ് ഓടിക്കും, അത് പോകത്തില്ല. പിന്നെ ഒന്ന് പേടിപ്പിക്കും, പോകത്തില്ല. പിന്നെ നമ്മൾ ഓർക്കും എന്തെങ്കിലും കാണിക്കട്ടെ, കുറച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ പോരെ. ഒരു കൈ അടിച്ചാലൊന്നും ഒച്ച കേൾക്കത്തില്ല, 2 കൈ കൂട്ടി അടിച്ചാലും ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോഴല്ലേ അവർ വീണ്ടും എടുക്കുന്നത്. പിന്നെ റീച്ച് അവർക്ക് കിട്ടുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ ദേഹത്തേക്ക് അവരെന്നെ വന്ന് തല്ലിയാൽ എനിക്ക് ദേഹത്തേക്കും, അവരെന്തെങ്കിലും പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഇവരുടെ ഒരു ഹെഡിങ് ഞാൻ കണ്ടു, ഒരു തമ്പലിനോ എന്തോ പറയുന്നത്, തമ്പ് കണ്ടു. മാജിക് മൂമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് രേണുസുതിയെ എടുക്കുവാന്ന്. സന്തോഷമുള്ളൂ എനിക്ക്. അത്രയും വലിയൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എടുത്താൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിൻ്റെ ഈ കമ്പനി ഉടമകൾ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ, ഈ ഒരു വാക്ക് കേൾക്കുകയാണെങ്കിൽ, പാവം രേണുസുതിക്ക് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവാനുള്ള ആഗ്രഹമുണ്ട്. അതൊന്ന് നടത്തി കൊടുക്കണം. കാരണം ഇവർ ഇതിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഇവർ ബാറിൻ്റെ പിന്നെ ദുബായിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും ഇപ്പം 1-2 സ്ഥലം കൂടി പറയുന്നുണ്ട്. അവിടെയൊക്കെ ഇവർ പിന്നെ ഇനാഗ്രേഷന് പോയിട്ടുള്ളതും പ്രൊമോഷന് പോയിട്ടുള്ളതും ബാറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവരാണ് ഏറ്റവും ആ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള ആൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. പ്ലീസ് കോണ്ടാക്ട് രേണു. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവർ പറഞ്ഞ സ്ഥിരം അടിക്കുന്നവരാണ്. ഞാൻ ബഹ്റൈനിലാണേലും ഞാൻ ദുബായിലാണേലും 2 സ്ഥലത്തും ഞാൻ പ്രൊമോഷൻ പോയത് ബാർ റെസ്റ്റോറൻറ്റിലാണ്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാമല്ലോ. എന്താ ഞാൻ കുഞ്ഞു കൊച്ചാണോ അറിയാതിരിക്കാൻ? എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. അപ്പൊ എനിക്ക് പറയാമല്ലോ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇപ്പോഴും പറയാണ്. ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൂമെന്റ് ആണ് എന്ന് ഞാൻ എവിടെയും പറയും. ഈ ബ്രാൻഡിനെ കുറിച്ചൊക്കെ പഠിക്കാനും വേണ്ടിയിട്ട് ഇവർ ബഹ്റൈനിലും ദുബായിലൊക്കെ പോയിട്ടുണ്ട്. അതിന് പ്രൊമോഷൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ പഠിച്ച് മിടുക്കിയായി വന്നതാണ്. അതുകൊണ്ട് പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും അവർ പറഞ്ഞ് അപമാനിക്കാൻ പാടില്ല. ഇവർ ബാറിൻ്റെ മെയിൻ ആളാണ്. ചേട്ടാ സുധിച്ചേട്ടാ, ഞാൻ എത്തിയെന്ന് പറഞ്ഞു. സുധിച്ചേട്ടാ ചിയേഴ്സ് ഒന്ന് സ്ക്രിപ്റ്റ് ആണ്, അഭിനയമാണ്. അഭിനയമാണ്, അഭിനയം മാത്രം. ഇത് അഭിനയം. ചിയേഴ്സ്. നമ്മൾ ആദ്യം ഐസ് ക്യൂബ് ഇട്ട് സോഡ ഒഴിച്ച് ഒറ്റയ്ക്ക് ഏതായാലും മദ്യപിക്കത്തില്ലോ. ചിയേഴ്സ്. അടിപൊളി. ടച്ചിങ്സ് ഒന്നും ഇല്ലടേ. ശരിക്കും ഞാൻ പറയാം, ഇവരെ കൊണ്ട് ഈ ഒരു ആങ്കർ എന്താണ് ചെയ്യിക്കുന്നത്? എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇനി രേണുസുതി റിയൽ ആയിട്ട് അടിക്കുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നത് നാളെ നമ്മൾ ആരെങ്കിലും അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ അടിക്കണം എന്നുള്ളത് കാണിച്ചു തരാനാണെന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ രേണുസുതി, അതായത് രേണുസുതി വീട്ടിൽ നിന്ന് അടിക്കുമ്പോൾ ഇങ്ങനെ ചിയേഴ്സ് പറയും. ഇതെല്ലാം ഇട്ടല്ലോ. ഫിനിഷ്. അപ്പൊ ശരി, ഓക്കെ. വളരെ സിമ്പിളാണ്. അത്രേ ഉള്ളൂ. അതിനുശേഷം കലാപരിപാടികളൊന്നുമില്ല, ഡാൻസ് പാട്ട് അങ്ങനെ ഞാൻ കഴിച്ച മിണ്ടാതിരിക്കത്തില്ല. കഴിച്ചാ വയറ്റ് കിടക്കും. ആ ആളാണ് നമ്മുടെ. എന്തായാലും സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ. അതെ. അപ്പൊ ആ കാര്യത്തിൽ രേണുസുതിക്ക് പിന്നെ സുധിച്ചേട്ടനോട് നന്ദിയുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചത് കൊണ്ടാണല്ലോ ഫെയിമായത്, 4 ആൾക്കാർ അറിയപ്പെടുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നന്ദിയുണ്ട്. മാജിക് മൂമെന്റ് ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതെ. ഈ പിന്നെ ഇന്റർവ്യൂവർ വരെ വിടാൻ തയ്യാറാവുന്നില്ല.
എങ്ങനെ പോയാലും ഇവരെ ഈ ഒരു മദ്യത്തിൻ്റെ കാര്യം പിന്നെ ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യം എന്തോ ആവോ. ഏകദേശം എത്ര പെഗ് വരെ എന്താണ് ആയിരിക്കും ഇനിയും ഇവർക്ക് കിട്ടാനുള്ളത്? അടിക്കാറുണ്ട്? ഇതൊക്കെ പറയണോ? ഒരു 30. കാർ എടുത്തതിന് ഒരു 30 മില്ലി ആയിരിക്കും കേട്ടോ ഉദ്ദേശിച്ചത്. പുള്ളിക്കാരി വിചാരിച്ചത്, അതായത് ഇൻ്റർവ്യൂവർ വിചാരിച്ച ആമിന അങ്ങനെ എന്തോ ആണ് ആ കുട്ടിയുടെ പേരെന്ന് തോന്നുന്നുണ്ട്. ഈ കുട്ടിയായിരിക്കില്ല, ഈ കുട്ടിയുടെ ഡയറക്റ്റ് ചെയ്യുന്ന ആൾ ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആണ് എത്ര ആണ് അടിക്കൽ എന്നുള്ളത്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെല്ലാവരും പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 30 മില്ലിയാണ് ഇവരടിക്കുന്നത് എന്ന് തോന്നുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് രേണുസുധിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് രേണുസുധിയോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ജോലി അത് എത്രയും ഭംഗിയായിട്ട് ചെയ്യുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു കോമഡി താരമായിട്ട്, അതല്ല കോമഡി താരം എന്നൊന്നും പറയാൻ പറ്റില്ല. കോമഡി താരങ്ങളോട് നമുക്ക് ഒരുപാട് ബഹുമാനമാണ് ഉണ്ടായിരുന്നത്, അത് നമ്മൾ ആസ്വദിക്കുന്നതാണ്. പക്ഷേ ഇത്രയും നിലവാരം കുറഞ്ഞ വാക്കുകളുമായിട്ട് പിന്നെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാതിരിക്കുക. നിങ്ങൾക്കുള്ള വരുമാനം അല്ലാതെ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇനിയും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷേ നിങ്ങളൊന്നുമല്ലാതെ ആക്കുന്നവർക്ക് മുമ്പിൽ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പുച്ഛത്തോടെ നോക്കുന്നവർക്ക് മുമ്പിൽ, അതുമല്ലെങ്കിൽ ഇങ്ങനെ നാണം കെടുന്ന കാര്യങ്ങളുമായിട്ട് ഇപ്പം നിങ്ങളെ കുട്ടികളെയും മരിച്ചുപോയ നിങ്ങളെ ഭർത്താവിനെയും ഓർത്തെങ്കിലും ഇത്തരം കാര്യങ്ങളുമായിട്ട് വരാതിരിക്കുക. നിങ്ങൾ നല്ല കാര്യങ്ങളുമായിട്ടാണ് വരുന്നതെങ്കിൽ ഞാനടക്കമുള്ള പലരും അത് പ്ലസ് പോയിൻ്റായിട്ട് തന്നെ അവതരിപ്പിക്കുകയും അതിലൂടെ തന്നെ നോക്കി കാണുകയും ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.